നമസ്കാരം. ആസാദി നൈറ്റ് ഡിഷിലേക്ക് എവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടലുകൾ, തോടുകളും പുഴകളും കരകവിയാൻ സാധ്യത. വളപട്ടണം പുഴയുടെ കരയിൽ ഉള്ളവർ ജാഗ്രത പാലിക്കുക. വീണ്ടും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ RSS ചിത്രം പങ്കെടുക്കില്ലെന്ന് രജിസ്ട്രാർ. മാലിന്യമില്ല, ദുർഗന്ധമില്ല, ഇത് നീരൊഴുക്കും ചാലിന്റെ വീണ്ടെടുപ്പ്. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിലും ആര്യ രാജേന്ദ്രനാണ് താരം. വൈറലായി മേയർ സ്ഥാനാർത്ഥിയുടെ പഴയ പോസ്റ്റ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടലുകൾ. കൂട്ടുപുഴ ഭാഗത്ത് പുഴയിലെ ജലനിരപ്പ് വർദ്ധിക്കുകയാണ്. പഴശ്ശി ബാരേജിലെ ഷട്ടറുകൾ പൂർണ്ണമായും തുറക്കാനും സാധ്യതയുണ്ട്. വളപട്ടണം പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പഴശ്ശി ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പഴശ്ശി കനാൽ കടന്നുപോകുന്ന ഭാഗത്തെ തോടുകളും പുഴകളും നിറഞ്ഞു കവിയാനും സാധ്യതയുണ്ട്. ന്യൂയോർക്കിന് ആവശ്യം ആര്യ രാജേന്ദ്രനെ പോലുള്ള മേയറാണെന്ന ഡെമോക്രാറ്റിക് മേയർ സ്ഥാനാർത്ഥിയുടെ പഴയ പോസ്റ്റ് വീണ്ടും വൈറലാകുകയാണ്. ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ ക്യോമെ മദിനിയുടെ 5 വർഷം മുൻപ് പങ്കുവച്ച കുറിപ്പിലാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമാകുന്നത്. തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രന്റെ ഫോട്ടോയടക്കമാണ് സൊഹ്റാൻ മദാനി സോഷ്യൽ മീഡിയയിൽ മുൻപ് പോസ്റ്റ് ചെയ്തിരുന്നത്. മുൻ ഗവർണർ ആൻഡ്രി ക്യുമോറയെ പരാജയപ്പെടുത്തിയാണ് മദാനി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയായത്. 95% വോട്ടുകളും എണ്ണിക്കഴിഞ്ഞപ്പോൾ സൊഹ്റാൻ മദാനി 43% വോട്ടുകൾക്ക് മുന്നിലാണ്. വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ US-ൽ ഇന്ത്യൻ വംശജനായ ആദ്യത്തെ മുസ്ലിം മേയറായിരിക്കും സൊഹ്റാൻ മദാനി. മദാനിയുടെ പ്രചാരണം യുവ വോട്ടർമാരെ ആകർഷിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. സൗജന്യ ബസ്സുകൾ, സാർവത്രിക ശിശു സംരക്ഷണം, വാടക മരവിപ്പിക്കൽ, സമ്പന്നർക്ക് നികുതി ചുമത്തൽ തുടങ്ങിയ വാഗ്ദാനങ്ങൾ സൊഹ്റാൻ മദാനി നൽകിയിട്ടുണ്ട്. ഇലക്ഷനിൽ മദാനി പ്രയോഗിച്ച അടിസ്ഥാന തന്ത്രങ്ങളും സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകളും ബെർണി സാൻഡേഴ്സ്, അലക്സാൻഡ്രിയ ഒക്സിയോ കോർട്ടിസ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള അംഗീകാരം നേടാനും സൊഹ്റാൻ മദാനിയെ സഹായിച്ചു. വിവാദമായ RSS ചിത്രം കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിലും സ്ഥാപിച്ചു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ചിത്രം സ്ഥാപിച്ചത്. RSS അനുകൂല സംഘടനയായ വിശ്വഭാരതി ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. പരിപാടിയിൽ ചിത്രം സ്ഥാപിച്ചതിനെ തുടർന്ന് സർവകലാശാല രജിസ്ട്രാർ സ്ഥലത്തെത്തി. RSS ചിത്രം ഹാളിൽ വെക്കരുതെന്ന് രജിസ്ട്രാർ അറിയിച്ചുവെങ്കിലും ഈ ആവശ്യം സംഘാടകർ അംഗീകരിച്ചില്ല. RSS ചിത്രം സ്ഥാപിച്ചതിനെ തുടർന്ന് പ്രതിഷേധവുമായി എത്തിയ SFI പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെയും മാധ്യമപ്രവർത്തകരെയും RSS ഗുണ്ടകൾ ആക്രമിച്ചു. അപകടത്തിൽ മരണപ്പെട്ട ദേശാഭിമാനി ലേഖകൻ രാകേഷ് കാരൂറിന് നൂറുകണക്കിന് ആളുകളുടെ അന്ത്യാഞ്ജലി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോയിലെ ലേഖകൻ മട്ടന്നൂർ ചാമശ്ശേരി ശ്രീനിലത്ത് രാകേഷിന് നൂറുകണക്കിന് ആളുകളുടെ ആദരാഞ്ജലി. ഇന്ന് കാലത്ത് 12ഓടെ ദേശാഭിമാനിയിലും തുടർന്ന് മട്ടന്നൂരിലും പൊതുദർശനം വെച്ചു. 2 മണിയോടെ വീട്ടിലെത്തി 4 മണിക്ക് ശേഷം നഗരസഭയിലെ പൊറോറയിലെ നിദ്രാലയത്തിൽ സംസ്കരിച്ചു. ഞായറാഴ്ച രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനെയാണ് മട്ടന്നൂർ ഇരിട്ടി റോഡിൽ കോടതിക്ക് സമീപത്തായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുമ്പോൾ ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രാകേഷിനെ കണ്ണൂർ AKG ആശുപത്രിയിലും തുടർന്ന് മിംസ് ആശുപത്രിയിൽ പ്രവേശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ അടിയന്തര ശസ്ത്രക്രിയ നടത്തി. ചൊവ്വാഴ്ച വൈകിട്ട് 7:00 അന്ത്യം. ദീർഘകാലം ദേശാഭിമാനി മട്ടന്നൂർ ഏരിയ ലേഖകനായിരുന്നു. 2008 കണ്ണൂർ ദേശാഭിമാനിയിൽ പ്രൂഫ് റീഡറായി. കാസർഗോഡ് ബ്യൂറോയിലും ലേഖകനായി. EP ജയരാജൻ വ്യവസായ മന്ത്രിയായപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്നു. CPM കണ്ണൂർ ദേശാഭിമാനി എഡിറ്റോറിയൽ ബ്രാഞ്ച് അംഗമാണ്. പരേതനായ AC രാഘവൻ നമ്പരുടെയും ഓമനയുടെയും മകനാണ്. ഭാര്യ ജിഷ, കിൻഫ്ര ചോനാടം, മക്കൾ ശ്രീനന്ദ രാകേഷ്, സൂര്യ തേജസ്. ഇടുക്കി, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കനത്ത മഴയെ തുടർന്ന് ഇടുക്കി, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല. നഷ്ടപ്പെടുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസുകൾ ഉൾപ്പെടെ നടത്തി ക്രമീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യാൻ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ സ്കൂട്ടറും ഇലക്ട്രോണിക് വീൽ ചെയറും നൽകി. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ 2023-24 വർഷത്തെ പ്രാദേശിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകളും ഇലക്ട്രോണിക് വീൽ ചെയറുകളും വിതരണം ചെയ്തത്. കളക്ടറേറ്റിൽ KV സുമേഷ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓരോ മനുഷ്യനെയും ചേർത്ത് പിടിച്ചുള്ള വികസനമാണ് നാടിനാവശ്യമെന്നും സമഗ്രമായ സാമൂഹ്യക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ആധുനിക സമൂഹം സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും MLA പറഞ്ഞു. എടച്ചൊവ്വ സ്വദേശി TT സുകുമാരൻ, കണ്ണൂർ സിറ്റി സ്വദേശി മുഹമ്മദ് അഷ്കർ എന്നിവർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകളും കരിവള്ളൂർ വെള്ളം സ്വദേശി TV സജീവന് ഇലക്ട്രോണിക് വീൽ ചെയറുമാണ് വിതരണം ചെയ്തത്. 2,10,000 രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. സൈഡ് വീലുകൾ ഘടിപ്പിച്ച സ്കൂട്ടർ ഒന്നിന് 1,05,000 രൂപയാണ് വില. ഇലക്ട്രോണിക് വീൽ ചെയറിന് 12,05,000 രൂപയും. പരിപാടിയിൽ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ അധ്യക്ഷനായി. സബ് കളക്ടർ കാർത്തിക് പാനിഗ്രഹി മുഖ്യ അതിഥിയായി. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നൈനോജ് മേപ്പാടിയർ, ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ P. ബിജു, ജില്ലാ സാമൂഹ്യനിധി സീനിയർ സൂപ്രണ്ട് PK നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ചിറക്കൽ പഞ്ചായത്തിലെ നീരൊഴുക്കുചാൽ എന്ന ചെറുപ്രദേശത്തോടൊപ്പം ചേർത്ത് വെച്ചൊരു ചിത്രമുണ്ടായിരുന്നു. ടൺ കണക്കിന് മാലിന്യം കുമിഞ്ഞുകൂടി ഈച്ചയർത്ത് ദുർഗന്ധം വമിച്ചിരുന്ന തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമായിരുന്ന ഇടം. എന്നാൽ ഇന്ന് 5 വർഷങ്ങൾക്കപ്പുറം ഇച്ഛാശക്തിയുള്ള ഭരണ സംവിധാനം നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങിയപ്പോൾ ചിത്രം പഴങ്കഥയായി. നീരൊഴുക്കും ചാലിലെ വായു ശുദ്ധമായി, അന്തരീക്ഷം തെളിഞ്ഞു. സംസ്ഥാനത്തുടനീളം നടക്കുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ തെളിമയോടെ ചേർത്ത് വെക്കാം നീരൊഴുക്കുചാലിന്റെ മാലിന്യമോചന കഥ. ഒരു നാടിന്റെയൊക്കെ സാമൂഹിക പ്രശ്നമായിരുന്നു നീരൊഴുക്കുചാലിലെ മാലിന്യ കൂമ്പാരം. 48 വർഷമായി ചിറക്കൽ പഞ്ചായത്തിന്റെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്നു ഇവിടം. 5 വർഷം മുമ്പ് അധികാരത്തിലെത്തിയ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് P. ശ്രുതിയുടെ നേതൃത്വത്തിൽ എടുത്ത ആദ്യ തീരുമാനം നീരൊഴുക്കുചാലിലെ മാലിന്യമെല്ലാം ഇല്ലാതാക്കുക എന്നതായിരുന്നു. ഇച്ഛാശക്തിയുള്ള കുറെ മനുഷ്യരുടെ പ്രയത്നം ഒത്തുചേർന്നപ്പോൾ ദുരിത ചിത്രം മെല്ലെ മായാൻ തുടങ്ങി. അരനൂറ്റാണ്ട് കാലമായി നിക്ഷേപിക്കപ്പെട്ട മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കി. തുടക്കത്തിൽ മാലിന്യം നീക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നിരവധി പ്രതിസന്ധികൾ നേരിട്ടു. ഒരു ഭാഗത്ത് നീക്കം ചെയ്യുമ്പോൾ മറുഭാഗത്ത് ആളുകൾ മാലിന്യങ്ങൾ നിക്ഷേപിച്ചത് പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. പുതിയ തെരു അടക്കമുള്ള ടൗണുകളിലെയും മാർക്കറ്റിലെയും ജൈവ അജൈവ മാലിന്യങ്ങളാണ് നീരൊഴുക്കുചാലിൽ തള്ളിയിരുന്നത്. തുടർന്ന് പ്രസിഡന്റ് P. ശ്രുതി, വൈസ് പ്രസിഡന്റ് P. അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെയും വ്യാപാരികളെയും അടക്കം മുഴുവൻ ജനങ്ങളെയും വിളിച്ചു ചേർത്ത് വലിയൊരു ക്യാമ്പയിൻ നടത്തി. CCTV ക്യാമറ സ്ഥാപിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു. ഇത് ഫലം കണ്ടു. പുതിയതായി മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കാതെയായി. കഴിഞ്ഞ 4 വർഷം പ്രതിബദ്ധതയോടെ നടത്തിയ പ്രവർത്തനങ്ങൾ വിജയം തെളിയിച്ചു. ഹരിത കേരള മിഷന്റെയും ശുചിത്വ മിഷന്റെയും പിന്തുണയും സഹായ സഹകരണങ്ങളും പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചു. ഒരേക്കർ സ്ഥലത്താണ് മാലിന്യമൊഴിഞ്ഞ പഞ്ചായത്തിന് ലഭിച്ചത്. ഇവിടെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ ആധുനിക രീതിയിലുള്ള ഒരു ഓഡിറ്റോറിയമാണ് ഭരണസമിതി വിഭാവനം ചെയ്യുന്നത്. കൂടാതെ ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിനായി ഒരു പ്ലാന്റും സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മാലിന്യമുക്തവും ശുചിത്വ സുന്ദരവുമായ ആധുനിക നവസമൂഹം സൃഷ്ടിക്കാനുള്ള പ്രയാണത്തിൽ നീരൊഴുക്കുചാൽ അനിതര സാധാരണമായൊരു മാതൃക തീർക്കുകയാണ്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ജല ബജറ്റ് പുറത്തിറക്കി. കല്യാശ്ശേരി ബ്ലോക്ക് പരിധിയിൽ വരുന്ന പ്രദേശത്തെ ജലത്തിന്റെ ലഭ്യതയും വിനിയോഗവും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ 2024-25 വർഷത്തെ ജല ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ പ്രകാശനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. വിമല അധ്യക്ഷയായി. ഹരിത കേരള മിഷന്റെയും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിക്കുള്ളിലെ 8 പഞ്ചായത്തുകളിലെ ജല ബജറ്റ് ക്രോഡീകരിച്ചുകൊണ്ടാണ് ബ്ലോക്ക് തല ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. കിണർ റീചാർജിംഗ്, വെള്ളം ശുദ്ധീകരണത്തിന് ബ്ലോക്ക് പിറ്റുകൾ, കിണറുകളിൽ കോളിഫെറ ബാക്ടീരിയ സാന്നിധ്യം തടയൽ, സെപ്റ്റിക് ടാങ്കുകൾ, VCB ഷട്ടറുകൾ ഉൾപ്പെടെയുള്ള ജലസുരക്ഷാ പദ്ധതികളാണ് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TD ബാലകൃഷ്ണൻ, കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രതി, ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. നിഷ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ കുമാർ, ഹരിത മിഷൻ PT ശോഭ, ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ ക്ഷേമ ഓഫീസർ GA അമൃത എന്നിവർ സംസാരിച്ചു.
ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി 4 വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.